എൻ്റെ പേര് ആഷ്ന മരിയ ജോസി. ഞാൻ കോട്ടയം ഡിസ്ട്രിക്റ്റിലെ അരുവിത്തറ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് 2024 എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പമാണ്. അന്നത്തെ എൻ്റെ ഉടമ്പടിയിൽ എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് OET എക്സാം എഴുതി പാസ്സാവുക എന്നതായിരുന്നു. അത് ഞങ്ങൾ 4 പേരും ഒരുപോലെ പാസ്സാകണമെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം ഞാൻ വെച്ചിരുന്നത്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒരേപോലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛൻ്റെ ധ്യാനത്തിൽ കൂടുമായിരുന്നു. ഒരു നേരം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. 3 മാസം ഞങ്ങൾ അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ എക്സാം ഡേറ്റ് ബുക്ക് ചെയ്യാൻ നേരം പോയപ്പോഴും ഞങ്ങളെല്ലാവരും കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പും ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ അന്ന് പോയത്. കാരണം ഒരുപാട് പൈസ മുടക്കി എഴുതുന്ന പരീക്ഷ ആയതുകൊണ്ട് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഈശോയുടെ കൃപ കൊണ്ടും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്കെൻ്റെ OET എക്സാം പാസ്സാകാൻ സാധിച്ചു. അതുപോലെ തന്നെ പിന്നീട് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ അതിൽ എൻ്റെ വെച്ചിരുന്ന നിയോഗം എന്ന് പറയുന്നത് UK പോയി എനിക്ക് വേറൊരു എക്സാമും കൂടെ എഴുതണമായിരുന്നു. OSCE എന്ന് പറയുന്ന എക്സാം. ആ എക്സാമും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകണം എന്നായിരുന്നു ഞാൻ വെച്ചിരുന്ന നിയോഗം. മാതാവിൻ്റെ കൃപയാൽ അത് എൻ്റെ ആദ്യത്തെ ഒരേ ഒരു അറ്റംപ്റ്റ് കൊണ്ട് എനിക്ക് OSCE എക്സാം പാസ്സാകാൻ സാധിച്ചു. അതും ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ടുകൊണ്ടാണ് പോയത്. എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ആ ബിൽഡിങ്ങിലേക്ക് കയറുന്നതിന് മുമ്പ് എല്ലായിടത്തും ഞാൻ ഒരു പേപ്പറിൽ ഒരു ഇച്ചിരി ഉപ്പെടുത്തുകൊണ്ട് പോയിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ടുകൊണ്ടാണ് ഞാൻ കയറിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് കയ്യിലും നെറ്റിയിലും എല്ലാം വിശ്വാസപ്രമാണം ചൊല്ലി കൃപാസന മാതാവിൻ്റെ എണ്ണ തേച്ചുകൊണ്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതെനിക്കൊരു വലിയൊരു വിശ്വാസമായിരുന്നു. എന്തൊക്കെ എനിക്കെതിരെ വന്നാലും ഇത് കാരണം അതെല്ലാം മാറിപ്പോകുമെന്നുള്ളത്. അങ്ങനെ ഈശോയുടെ കൃപയാലും മാതാവിൻ്റെ മധ്യസ്ഥതയാലും ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ OSCE എക്സാം പാസ്സായി. പിന്നീട് ഞാൻ വെച്ചിരുന്ന ഒരു നിയോഗം എന്ന് പറയുന്നത് എനിക്ക് അന്ന് തന്നെ ഒരു വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നാട്ടിൽ നിന്ന് പോയപ്പം ഒറിജിനൽ പോലീസ് വെരിഫിക്കേഷൻ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ എനിക്ക് അന്നത് ചെയ്യാൻ സാധിച്ചില്ല. എൻ്റെ വിസിറ്റിംഗ് വിസയുടെ കാലാവധി എന്ന് പറയുന്നത് ഡിസംബർ 2025 1-ാം തീയതി വരെ ഉള്ളായിരുന്നു. പക്ഷേ പിന്നീട് അവരെനിക്ക് മെയിൽ അയച്ച് മാറ്റി തന്ന തീയതി എന്ന് പറയുന്നത് നവംബർ മാസത്തിലേക്കായിരുന്നു. അതായത് എനിക്ക് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് മാത്രമേ ഈ വെരിഫിക്കേഷനുള്ള അപ്പോയിൻമെൻ്റ് ഉള്ളൂ. അപ്പോയിൻമെൻറ്റ് കിട്ടി 15 ദിവസം കഴിയാതെ എനിക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ പിൻ നമ്പർ കിട്ടത്തില്ല. രജിസ്ട്രേഷൻ പിൻ നമ്പർ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ആപ്ലിക്കേഷൻ അയച്ചാലും അതെല്ലാം തന്നെ ക്യാൻസലായി പോകും. ഞാൻ 100ഓളം ആപ്ലിക്കേഷൻ അയച്ചു. എല്ലാം തന്നെ രാവിലെ അയക്കുമ്പോൾ അൺസക്സസ്ഫുൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ മാത്രമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ആൻറ്റിമാഴി വരി ജോസഫ് അച്ഛൻ UK ഒരു ധ്യാനം നടത്തിയായിരുന്നു. സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷനിൽ വന്നായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ധ്യാനത്തിൽ പോയി രണ്ടാമത് വീണ്ടും ഞാൻ ഒന്നും കൂടെ ഒരു ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞായിരുന്നു ഒരുപാട് മെഡിക്കൽ ആവശ്യങ്ങൾക്കുള്ള രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രം അച്ഛൻ ഒരു സ്പെഷ്യൽ പ്രാർത്ഥന തൊട്ടടുത്ത ദിവസം നടത്തുന്നുണ്ടെന്ന്. അപ്പോൾ എൻ്റെ ആൻറ്റിമാരുടെ ഒപ്പം ഞാനും പോയായിരുന്നു അച്ഛനോട് ഒരു മെഡിക്കൽ പരമായിട്ടുള്ള ഒരു പ്രാർത്ഥന സഹായം ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട്. അന്ന് പോയപ്പം എല്ലാവരും ഫാമിലിയോടെയാണ് വന്നത്. ഇപ്പം ഞാൻ നോക്കിയപ്പം ഞാൻ മാത്രം അന്ന് ഒറ്റയ്ക്കുള്ളായിരുന്നു. ഇപ്പം ഞാൻ ഓർത്തു ദൈവമേ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ എന്താ പറയുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ വലതും ഇടതും നിന്ന് മിറാക്കിളായിട്ട് അച്ഛൻ നോക്കുമ്പോൾ എനിക്ക് ഫാമിലി ഉള്ള അന്ന് ഞാൻ മാത്രമാണ് വിസിറ്റിംഗ് വിസയ്ക്ക് പുറത്ത് പോയിരുന്നത്. അപ്പം ഞാൻ ഓർക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഈശോയും മാതാവും എൻ്റെ വലതും ഇടതും നിന്ന് എനിക്ക് ഫാമിലി പോലെ വരണമെന്ന്. അങ്ങനെ ഞാൻ അച്ഛനോട് എൻ്റെ മെഡിക്കൽ പരമായിട്ടുള്ള പ്രാർത്ഥനാ സഹായം പറഞ്ഞു. അതുകൂടാതെ ഞാൻ അച്ഛനോട് എൻ്റെ ജോലിയുടെ കാര്യം പറഞ്ഞു. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ അയച്ച് 15 ദിവസം കഴിയാതെ വേറൊരു മെയിലിൽ വരത്തില്ല. അങ്ങനെ വരുമ്പം സമയം പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ഞാൻ 6 മാസം അവിടെ പോയത് വെറുതെ ആകുമല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്നാലും ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് അച്ഛൻ എന്നെ നോക്കി, ഞാൻ മെഡിക്കലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ എന്നെ നോക്കി ഇത് പുഞ്ചിരിച്ചത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു വാക്കാ നീ സാക്ഷ്യം പറയാൻ റെഡിയായിക്കോ എന്ന് പറഞ്ഞു. പിന്നെ 17 എന്ന് പറഞ്ഞൊരു തീയതി പറഞ്ഞു. എനിക്ക് അതെന്നൊന്നും മനസ്സിലായില്ല. ഞാനോർത്ത് ദൈവം 17 എന്ന് പറഞ്ഞു എന്താ എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ NMC-ക്കാർക്ക് ഒരു മെയിൽ അയച്ചു. അത്ഭുതകരമായിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവരുടെ റിപ്ലൈ വന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് അപ്പോയിൻമെൻറ്റ് അവർ തരാമെന്ന് പറഞ്ഞ് അവരുടെ മനസ്സ് മാറി. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങനെ ഞാൻ അച്ഛനെ കണ്ട് എന്നാണോ പ്രാർത്ഥിച്ചത് അന്നോട്ട് കറക്റ്റ് 17ാമത്തെ ദിവസം എനിക്ക് എൻ്റെ NMC രജിസ്ട്രേഷൻ നമ്പർ കിട്ടി. ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതിന് ഞാൻ മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു.
അതെൻ്റെ വിശ്വാസ ജീവിതത്തിലുണ്ടായ ഒരു വലിയൊരു മാറ്റം തന്നെയായിരുന്നു. കാരണം എനിക്ക് ആദ്യമേയൊക്കെ ഒരു കൃപാസന മാതാവിൻ്റെ പത്രം കൊടുക്കുന്നതൊക്കെ ഒരു നാണക്കേടായിട്ട് എനിക്ക് തോന്നുമായിരുന്നു. പിന്നീട് എനിക്കത് മാറി വന്നു. അത് ഞാൻ ബസ്സിൽ കയറുമ്പോൾ കൊടുക്കും, ട്രെയിനിൽ കയറുമ്പോൾ കൊടുക്കും. ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്നൊന്നും എനിക്കില്ല. എനിക്ക് അറിയാവുന്ന രീതിയിൽ മാതാവ് ഇങ്ങനെയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം, കൃപാസന മാതാവിൻ്റെ പത്രം അങ്ങനെ ഞാൻ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ടിൽ വന്ന് സഹായത്തിന് വേണ്ടി കൈ നീട്ടുന്ന ഒരാൾക്ക് എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഞാൻ അവർക്ക് കൊടുത്തു വിടത്തുള്ളൂ. ആ കൈ നീട്ടുന്ന ഒരാളുടെ മുമ്പിൽ ഒന്നും കൊടുക്കാതെ ഞാൻ ഇന്നേ വരെ പോകാറില്ല. പിന്നെ ഞാൻ ഒരു നേഴ്സാണ്. അപ്പം ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എനിക്ക് കിട്ടുന്ന പേഷ്യൻസ് ആരൊക്കെയാണോ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അത് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വന്ന ഒരു മുന്നേറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കുണ്ടായിരുന്ന ഒരു വിശ്വാസം കൂടാൻ അത് കാരണമായി. ഇപ്പം ഞാൻ എന്ത് ചെയ്താലും വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നീട് ഞാൻ വിസിറ്റിംഗ് വിസയിൽ നിന്നപ്പം എനിക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയത് വലിയൊരു നേട്ടമായിരുന്നു. പിന്നീട് ഞാൻ ഇവിടെ വന്നിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചു. ഇപ്പം ഞാൻ അവിടുത്തെ ജോലി ശരിയാകാത്തതുകൊണ്ട് നാട്ടിൽ ഞാൻ വേറൊരു ആശുപത്രി ജോലിക്ക് കയറിയായിരുന്നു. അപ്പം ഉടനെ ഒന്നും ഇനി UK പോകുന്നത് സാധിക്കത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ 1.5 മാസത്തിനുള്ളിൽ എനിക്ക് അടുത്ത ജോലി ശരിയായി, എനിക്ക് വിസ വന്നു, എനിക്ക് അടുത്ത ദിവസം തന്നെ കയറിപ്പോവാം. അപ്പം ഞാൻ ഈശോയ്ക്കും മാതാവിനും അതിനു വേണ്ടി ഒരുപാട് നന്ദി പറയുന്നു. ഇമ്പോസിബിൾ എന്ന് ഞാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങളാണ് ദൈവം എനിക്ക് മിറാക്കിൾഫുള്ളി ചെയ്തു തന്നിരിക്കുന്നത്. അതിന് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു. കർഷകൻ്റെ പുസ്തകം 17-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവൻ്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തൻ്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അഷ്ന മരിയ എന്ന ഈ മകളുടെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്